വന്നേക്കണ പാർക്കിന്റെ എൻട്രൻസ് ഏരിയ. എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു പോരാട്ടം കൊണ്ട്. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച അവിടെ ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നത്. ഇത് പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറെ വാങ്ങി കഴിച്ചിട്ടില്ലേ. പക്ഷെ ഇതിന്റെ പിന്നിൽ കുറെ കഥകൾ പറയുന്നുണ്ട് ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ എനിക്കറിയില്ല. വരൂ നമുക്കിത് കഴിക്കാം. ഇതുപോലെ നടക്കാനായിട്ട് കുറേ സ്ഥലമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇത് കൂടെ നടക്കാനായിട്ട്. നമ്മുടെ അപ്പുറം രണ്ട് സൈഡിലും കുറേ മരങ്ങളുണ്ട്. ഒന്നിൻ്റെയും പേര് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം തണുപ്പായതുകൊണ്ട് ഇന്നലെ മഴയും പെയ്തുകൊണ്ട് നല്ല തണുത്ത കാറ്റും നല്ലൊരു ഇതാണ്. ഹെഡ്സെറ്റ് ഞാൻ എടുത്തില്ല. ഹെഡ്സെറ്റ് വെച്ച് പാട്ടും കേട്ടിട്ട് ലവർ ഉണ്ടെങ്കിൽ ലവറിൻ്റെയും കൈ പിടിച്ച് നടക്കാൻ പറ്റിയ ഒരു ഇതാണ്. പക്ഷെ എന്ത് പറയാം, രണ്ടും ഞാൻ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ കുറച്ച് നടന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിനകത്ത് കണ്ടോ ആദർശ് എ ലവ് ഏജ് ഇങ്ങനെ കുറേ ഇവർ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ കുറേ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെഞ്ചിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയോ. ഞാനില്ലേ ആദ്യമായിട്ട് ഇങ്ങോട്ട് താമസം മാറ്റിയ സമയത്ത് ഈ പാർക്കിൽ ഞങ്ങൾ ഗ്യാസ് നിറയ്ക്കാനായിട്ട് ഈ വഴിക്കാണ് ക്രോസ് ചെയ്ത് പോണത്. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാണ്. ഇങ്ങനത്തെ 4-5 ഏരിയ ഉണ്ട്. പക്ഷെ ഇപ്പം അതിനാ ഒരു ഭംഗിയില്ല. ആ സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഇവിടെ ഫുള്ളും കവർ ചെയ്ത് പച്ചപ്പായിരുന്നു. അപ്പോൾ നല്ല രസമായി. ഇങ്ങനെ ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അത് ഇപ്പം ഇല്ല. ഇപ്പം എല്ലാ ചെടികളുണ്ട് വാടി നിൽക്കുകയാണ്. പക്ഷെ ആ ഒരു പച്ചപ്പ് ഇവിടെയാണെങ്കിൽ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നു. ഇവിടെ കുറച്ച് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എന്നെയും കൂട്ടൊന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കളിക്കാൻ അറിയില്ല. പക്ഷെ ഞാനൊന്ന് ചോദിച്ചാലേ ജസ്റ്റ് ഒരു പോസ് തരുമെന്നെങ്കിലും ചോദിക്കട്ടെ. വേണ്ടെങ്കിൽ ഇവിടെ അപ്പുറത്തൊരു കൊച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം ആ സൈഡിൽ നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ആ കൊച്ചാണ് മുഖം മറിച്ചിരിക്കുന്നത്. ആ കൊച്ചിനോട് ഞാൻ സംസാരിച്ചത്. നല്ല രസമല്ലേ ഇവിടെയൊക്കെ കാണാൻ. എനിക്കിഷ്ടമായി. ഏതോ വീടിൻ്റെ അടുത്തുള്ള ഏതൊരു പറമ്പിൽ ചെന്നൊരു ഫീല്. ഞാനിവിടെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എല്ലാവരും ബിസി ആയിട്ട് അവരുടേതായ ലൈഫിലാണ്. പക്ഷെ അവർ കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ വല്ലപ്പോഴേക്കും എല്ലാവരും പാർക്കിലൊക്കെ പോകണം. എല്ലാ ദിവസം വന്നിട്ട് ഇത് കൂടെ നടക്കാൻ പോകുന്നു. കാരണം നല്ലൊരു മൈൻഡ് ഒരു റിലാക്സ്ഡ് ആവുന്നു അവിടെ. ഞാൻ എൻ്റെ വീടിനോട് ചേർന്ന് ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് 2 പാർക്കുണ്ട്. ഒരു ചെറുത് അത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ അടുത്തുള്ള വലിയൊരു പാർക്ക്. ഇവിടെ നിന്നില്ലേ നിങ്ങൾ ആ ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ടോ? അതിൻ്റെ അടുത്താണ്. അതിനോട് ചേർന്നിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ എൻ്റെ റൂം. ഇത്രയും അടുത്താണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഫുള്ളായിട്ടും കാണാമെന്ന് വിചാരിച്ച് വന്നത്. പക്ഷെ നമ്മളിപ്പോൾ തിരിച്ച് പോവാണ്. ഇനിയും കുറേ സ്ഥലം കൂടി ഉണ്ട് പോവാനായിട്ട്. പക്ഷെ തണുപ്പ് വന്നു തുടങ്ങി. പോകാൻ സമ്മതിക്കുന്നില്ല. നമ്മളിതിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയല്ല അകത്തേക്ക് കയറിയത്. മതിൽ ചാടിയിട്ടാണ്. ഇവിടെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് പൂട്ടി. എന്നാലും കുറച്ച് ആൾക്കാർ മതിൽ ചാടിയിട്ടാണ് വരുന്നത്. ഞാനും അങ്ങനെയാണോ സ്റ്റെപ്പ്. അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. ഇവിടെ വന്ന എല്ലാവരും